ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, അൻവർ നടത്തുന്ന ഓരോ പരിശ്രമവും അത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. യു ഡി എഫിലേക്ക് എങ്ങനെ കയറിപ്പറ്റാം, അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ, മറ്റ് പാർട്ടികളുമായി ചങ്ങാത്തം കൂടി അവരുടെ അക്കൗണ്ടിൽ യു ഡി എഫിലേക്ക് കയറിപ്പറ്റാം എന്നുള്ളതാണോ ഡി എം കെ നടന്നില്ല. ദാ ഇപ്പോൾ TMC തൃണമൂലിനെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, ഇവിടേക്ക് എത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു പ്രതിബന്ധമായിട്ടുണ്ടായിരുന്നത് സതീശനെതിരെ ഉന്നയിച്ച ആരോപണമാണ്. അത് പരിഹരിക്കുന്നു, അത് വേഗം തന്നെ സതീശൻ മാപ്പ് കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്യുന്നു. അതേസമയം നിലമ്പൂരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ മത്സരിക്കാനില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. തൃണമൂലായി കേരളത്തിൽ ആ പാർട്ടിയെ വളർത്താൻ അദ്ദേഹം തയ്യാറാണ്. പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ വിജയിച്ചു വന്ന ആ മണ്ഡലത്തിൽ വീണ്ടും മത്സരിച്ച് തൃണമൂലിനൊരു MLA ഉണ്ടാക്കി കൊടുക്കാൻ അൻവറിന് താല്പര്യമില്ല. എന്തു രാഷ്ട്രീയ ഗുട്ടൻസാണ് ഇതിന് പിന്നിൽ ശ്രീ സജീവൻ? ഇവിടെ നിയാസ് പറഞ്ഞല്ലോ, അൻവർ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം മാറ്റി പറയുന്നത്. അതായത് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ കാര്യം അദ്ദേഹം മാറ്റി പറഞ്ഞു. കാരണം അത് യാഥാർത്ഥ്യം പറഞ്ഞു. ബാക്കിയുള്ളതിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന കാര്യം സമ്മതിക്കുക. അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് അദ്ദേഹം ഇതുവരെ മാറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ 5-6 മാസമായിട്ട് അൻവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എല്ലാറ്റിനും എൻ്റെ കയ്യിൽ രേഖയുണ്ടെന്നാണ്. സുജിത് ദാസ് മുതൽ ആണ് അദ്ദേഹം തുടങ്ങിയത്. സുജിത് ദാസിനെതിരെയുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്നു, പിന്നീട് അജിത് കുമാറിനെതിരെ കൊണ്ടുവന്നു. ഇവർക്കെതിരെയുള്ള മുഴുവൻ തെളിവുകളും ഞാൻ P ശശിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളുമായിട്ട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെല്ലാം എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നെ പിതൃതുല്യനായിട്ടുള്ള ആളാണ്, എനിക്ക് അത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ കിങ് പിൻ, എല്ലാ അഴിമതിയുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും കിങ് പിൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മുന്നോട്ടേക്ക് പോയി. ഇത് പറഞ്ഞ സംഭവത്തിന് ശേഷം ഞാൻ പറഞ്ഞു, ഈ 6 മാസത്തിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ് ഇതിനെല്ലാം എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോഴൊക്കെ ഇങ്ങനെ തെളിവുകൾ ഓരോന്നായിട്ട് കാണിക്കാറുണ്ട്. അന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇത് ഇനി ഇവിടെ ഒന്നും നടക്കില്ല, ഞാൻ കോടതിയിൽ പോകാൻ പോവുകയാണെന്നുള്ളത്. ഈ ആളുകൾക്കെതിരെ സുജിത് ദാസ് മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആളുകൾക്കെതിരെ തെളിവുകളുമായിട്ട് ഞാൻ കോടതിയിൽ പോകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര മാസമായി? ഇതുവരെ ഒരു തെളിവുമായിട്ട് പകരം ശ്രീ സജീവൻ P ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഇതിനോടകം 2 ക്രിമിനൽ കേസ് കൊടുത്തു കഴിഞ്ഞു. 2ലും സമൻസ് പോയ വാർത്തയും നമ്മുടെയൊക്കെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇന്നിപ്പോൾ വീണ്ടും പറഞ്ഞപ്പോൾ വൈകുന്നേരം P ശശിയുടെ വാർത്ത നമ്മളൊക്കെ തന്നെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. ഇത് വലിയ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞതെല്ലാം കളവാകുമ്പോൾ അത് ന്യായീകരിക്കാൻ വേണ്ടി വലിയ നുണകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെയും കേസ് കൊടുക്കുന്നു, ക്രിമിനൽ കേസുകളാണ്. അങ്ങനെ വന്നാൽ അത് എനിക്കൊന്ന് 3ാമത്തെ കേസായിരിക്കും. 2 കേസിൽ ഇതിനോടകം തന്നെ സമൻസ് പോയി കഴിഞ്ഞു. ശ്രീ സജീവൻ തുടരും. ശശി കേസ് കൊടുത്തു. അൻവർ അന്ന് പറഞ്ഞ്, ഞാൻ വിചാരിച്ചു അൻവറിന്റെ അടുത്ത് വലിയ രേഖ, അതേ ഓരോ തവണ അട്ടി കടലാസുകൾ കാണിക്കും, ഇതൊക്കെ രേഖയാണ്. ഒരു രേഖയെങ്കിലും കൊടുക്കണ്ടേ? എന്നിട്ട് ഈ സർക്കാരിനെ വീഴ്ത്തണ്ടേ? അത് ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പം പറയാമല്ലോ. എനിക്ക് ശരത്തിനെതിരെയോ അല്ലെങ്കിൽ നിയാസിനെതിരെയോ ഒക്കെ ഇങ്ങനെ ശക്തമായിട്ടൊന്നും പറയാമല്ലോ. പറയുന്ന കാര്യം തെളിയിക്കാൻ, നിയമപരമായിട്ട് തെളിയിക്കും എന്ന് പറഞ്ഞാൽ കോടതിയിൽ പോകണം. അൻവർ ഇതുവരെ പോയിട്ടില്ല. അൻവർ ആവർത്തിച്ച് പറഞ്ഞു കണ്ടത് നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാക്കിനൊരു സ്ഥിരതയാണ്. നമ്മൾ പറയില്ലേ, ഈ പണ്ടൊരു ചൊല്ലുണ്ട്, മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാന്ന്. അതേപോലെ എങ്ങോട്ടും വഴങ്ങുന്ന നാവുണ്ടെങ്കിൽ എങ്ങനെയും ചെരിച്ചും ചായച്ചൊക്കെ പറയാൻ പറ്റുന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അൻവറാണ്. അൻവർ ഇക്കാലത്തിനിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിട്ടുണ്ടോ? അദ്ദേഹം ഓരോ കാര്യത്തിലും ആദ്യം അദ്ദേഹത്തിന് ശശിയെ വലിയ താല്പര്യമായിരുന്നു. ശശിയോ എനിക്ക് വിശ്വാസമാണ്, അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ശശിയാണ് എല്ലാറ്റിനും കുഴപ്പക്കാരെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയെ എനിക്ക് പിതൃതുല്യനാണെന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. ഇതിനിടയിൽ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് വിരുദ്ധമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ പൂരം കലക്കലിനെ കുറിച്ച് ആദ്യം VD സതീശൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പുറത്തു വരുന്നത്. ആ സമയത്ത് പറഞ്ഞു, ഞാൻ പറയാൻ നിൽക്കുകയായിരുന്നു, സതീശനെ അടിച്ചു മാറ്റിയതാണ്. ഇതിന് പിറകിൽ, ഈ പൂരം കലക്കലിന് പിറകിലുള്ളത് VD സതീശനാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു പോട്ടെ, നിയമസഭയിൽ പറഞ്ഞു പോട്ടെ, ആ പറഞ്ഞ കാര്യം തെറ്റാണ്, അതാരെങ്കിലും പറയിച്ചിട്ട് പറഞ്ഞതാണ് എന്നിപ്പോ അൻവർ പറയൂ. അപ്പൊ നമ്മൾ മാത്രമല്ല അന്ന് പറഞ്ഞതിൽ ശ്രീ സജീവൻ പറഞ്ഞതിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാണ് ADGP RSS നേതൃത്വത്തെ കണ്ടത് എന്ന ഒരു ആഖ്യാനത്തിലേക്കല്ലേ അൻവർ ഒന്ന് പോയത്? അതെ, ആഖ്യാനം അദ്ദേഹം കൃത്യമായി പറഞ്ഞു. ഇത് ഈ പൂരം കലക്കിയതിന് പിന്നിൽ സതീശനാണ്, അത് രാഷ്ട്രീയ താല്പര്യമാണ്, BJPയും കോൺഗ്രസും തമ്മിലുള്ള നെക്സസ്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നെക്സസ് ആണെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം CPM എന്ന് പുറത്തു ചാടിയിട്ട് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു UDFന്റെയും
LDF-ന്റെയും BJP-യുടെയും ഉന്നത നേതാക്കന്മാർ തമ്മിൽ ഒരു നെക്സസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് അദ്ദേഹം നിരുപാധിക പിന്തുണ കൊടുത്ത് സതീശിനെ മുമ്പിൽ മാപ്പ് പറയേണ്ട കാര്യം എന്താണ്? ഈ നെക്സസിനെല്ലാം ഒരു പെട്ട ഒരാളല്ലേ ഈ സതീശൻ. ഇപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ വേണ്ടത്, അദ്ദേഹം ഇതിനിടയിൽ വേറെ പലർക്കും DMK പോകാൻ നോക്കി, പറ്റിയില്ല. കോൺഗ്രസിലേക്ക് വരാൻ നോക്കിയിട്ട് അതിന് ഈ ബൽറാമനെ പോലുള്ള ആളുകളൊന്നും സമ്മതിക്കാത്തൊരു വലിയ പ്രതിഷേധം വന്നപ്പോൾ അദ്ദേഹത്തിന് അതും പറ്റുന്നില്ല. തങ്ങളുടെ അടുത്ത് പോയി നോക്കി, അവിടെ ലീഗിലേക്കും പെട്ടെന്ന് ചേക്കേറാൻ പറ്റില്ല. പിന്നീട് അദ്ദേഹം പോയതാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അടുത്ത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്നാലെ പോകുക പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വമുള്ള കോൺഗ്രസിനെ അതിൽ നിന്ന് മാറ്റി, അതായത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ അതിന്റെ നേതൃത്വം കോൺഗ്രസിന് കഴിയില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജിയുടെ പിന്നാലെ പോയാൽ ഈ അൻവറിനെ പിന്തുണയ്ക്കുമ്പോൾ, ഈ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ ഈ കോൺഗ്രസിനെ തള്ളി പറയാൻ പോകുന്ന ആളാണ് മമത. അത് എന്നിട്ട് ഇദ്ദേഹത്തിന് കോൺഗ്രസിന് കഴിയില്ല എന്ന് പറയുന്നതിനെ കീ ചെയ്ത് വിളിക്കാൻ. അല്ല, സജീവൻ ഞാൻ വസീഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിലൊരു രസകരമായ പ്രശ്നം, ഇപ്പോൾ കെ സുധാകരനെയും VD സതീശനെയൊക്കെ മാറ്റി നിർത്താം. തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടായി കേരളത്തിൽ വന്ന് UDF-ലേക്ക് കയറാൻ ഒരു വൈൽഡ് കാർഡ് എൻട്രി പ്രതീക്ഷിക്കുന്ന അൻവറിനെ എങ്ങനെയാണ് AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിന് പിന്തുണയ്ക്കാനാവുക? ഏത് തരം രാഷ്ട്രീയ വിശദീകരണത്തിലൂടെ അദ്ദേഹത്തെ ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ അവതരിപ്പിക്കാനാകും? ഒരിക്കലുമില്ല. കാരണം അത് ഇദ്ദേഹം പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ അടുത്ത കാലത്തല്ല, 3 ആഴ്ച മുമ്പാണ് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജി പറയും, ഞാനാണ് ഇന്ത്യ സഖ്യം ആകെ തകർന്നിരിക്കുകയാണ്, ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, കോൺഗ്രസിന് കഴിയില്ല എന്ന് പറഞ്ഞു. അതിനെ ശരത് പവാർ അനുകൂലിച്ചു. അവരുടെ ശരത് പവാറിന് പിന്തുണ എങ്ങനെയൊക്കെ നേടിയെടുത്തു. ലല്ലു പ്രസാദ് യാദവ് അവരെ പിന്തുണച്ചു. ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പിന്നാലെ പോകുമ്പോൾ മുല്ലപ്പള്ളി ഇപ്പൊ അവസാനം പറഞ്ഞല്ലോ, ഇത് യഥാർത്ഥ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ എല്ലാം ഉപ്പുവെച്ച കലം പോലെയായിട്ട് മാറുന്നുള്ള കാര്യമാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. അതായത് ഇപ്പോഴും ഈ അൻവർ പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്ന, അദ്ദേഹത്തിന് കീ ജയ് വിളിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത അൻവറെ എല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് അൻവറിന് വേണ്ട, അദ്ദേഹം കച്ചവടക്കാരാണ്, അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹം നേടിയെടുക്കും. ഇപ്പൊ ഇനി അദ്ദേഹത്തിന് അറിയാം ഇവിടെ MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ TMC മെമ്പർ ആവാൻ പറ്റില്ല, അതല്ല അദ്ദേഹം അല്ലെങ്കിൽ അയോഗ്യനാക്കപ്പെടും, അടുത്ത പ്രാവശ്യം മത്സരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടത് അവിടെ പോകുന്നു, പറ്റുമെങ്കിൽ രാജ്യസഭാ സീറ്റ്, അങ്ങനെയൊക്കെയുള്ള ഒരു ഉടമ്പടി ഉണ്ടാക്കി കേൾക്കുന്നത്. രാജ്യസഭാ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം TMCയുടെ രാജ്യസഭാ അംഗമായിട്ട് ഇവിടെ കേരളത്തിലുണ്ടാകും. അദ്ദേഹം എവിടെ നിന്നൊക്കെയുള്ള ആളുകൾ തേടിപ്പിടിക്കേണ്ടി വരും. മമതാ ബാനർജി കോൺഗ്രസ് എന്നുള്ള ആളുകളെയാണ് തന്റെ പിന്നിലേക്ക് കൊണ്ടുവന്നത്, ഇവിടെയുള്ള കോൺഗ്രസിലെ ആളുകളെ കൊണ്ടുപോയില്ല. അതാണ് മുല്ലപ്പള്ളിയുടെ ആശങ്കയെങ്കിലും കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ. വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന ഭിന്നസ്വരത്തിൻ്റെയും അതേ സംബന്ധിച്ചുള്ള ശ്രീ സജീവന്റെ നിരീക്ഷണവും ഈ കോൺടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്.